ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. സോ ഇന്നലത്തെ ലൈവിൽ +1 ഫിസിക്സിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഡീൽ ചെയ്താണ്. തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, അതുപോലെ തന്നെ വേവ്സ്. ഈ 3 ചാപ്റ്റേഴ്സിനുള്ള മുഴുവൻ കൺസെപ്റ്റുകളും നമ്മൾ ബ്രഷപ്പ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സൈസ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ക്രാക്ക് ചെയ്തു. സോ അതിന്റെ കൂടെ തന്നെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു 2 ചോദ്യങ്ങൾ കൂടി നമ്മൾ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇതാ പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഇന്നലത്തെ ലൈവ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ഇന്നലത്തെ ലൈവ് കാണാം. ലൈവ് കംപ്ലീറ്റ്ലി കാണാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2x ഇട്ട് കാണുക. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഓസിലേഷൻ എടുത്തു കഴിഞ്ഞാൽ 20 ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസുമാണ് ഓസിലേഷൻസിനകത്ത് ഡീൽ ചെയ്തത്. സിമിലർ വേവ്സിനകത്തും തെർമോഡൈനാമിക്സിനകത്തും ഏറ്റവും പ്രധാനപ്പെട്ട NCERT എക്സൈസ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചിട്ടുണ്ട്. സോ അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കാണുക. സോ സ്ലൈഡ്സ് റിവൈസ് ചെയ്യുക. അതിനകത്ത് ആ ചോദ്യങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ ആ ഉത്തരങ്ങൾ എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ലൈവ് കൃത്യമായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. ലൈവിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കമന്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെക്കുക. കൃത്യമായി തന്നെ കാണുക മക്കളെ. ഇനി നമുക്ക് ആ ചോദ്യങ്ങളിലോട്ട് കടന്നാലോ. തെർമോഡൈനാമിക്സിനകത്ത് നിങ്ങളെ കുഴപ്പിക്കാൻ പോസിബിലിറ്റി ഉള്ള 2 പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. തയ്യാറാണെങ്കിൽ വാടാ മക്കളെ. ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിക്കണം. What amount of heat must be supplied to 2 × 10⁻² kilogram of nitrogen at room temperature to rise the temperature by 45 degrees Celsius at constant pressure? മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ നൽകിയിട്ടുണ്ട് 28 ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നൽകിയിട്ടുണ്ട് 8.3 ആണ്. എന്താണ് ചോദ്യത്തിനകത്ത് പറയുന്നത്? ഒരു 2 × 10⁻² എന്നാണ്. ആക്ച്വലി ഇതെന്താണ്? ഇത് 20 ഗ്രാമിന് ഇക്വലന്റ് അല്ലടാ. 2 × 10⁻² കിലോഗ്രാം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഇക്വലന്റ് ടു 20 ഗ്രാം. സോ ഒരു 20 ഗ്രാം നൈട്രജന്റെ ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ഹീറ്റ് സപ്ലൈ ചെയ്യണം എന്നാണ് ചോദ്യം. ഒരു തവണ കൂടി പറഞ്ഞു തരാം. 20 ഗ്രാം നൈട്രജന്റെ ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ഹീറ്റ് ആണ് സപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. കണ്ടുപിടിക്കാം. വാടാ മക്കളെ, കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്ത് എന്ത് എഴുതി വെക്കാം? ഗിവൺ ഡാറ്റ ഒന്ന് എഴുതി വെക്കാം. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? സോ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ നമുക്ക് നോക്കാം. സോ അതിന്റെ മാസ് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 2 × 10⁻² കിലോഗ്രാം ആണ്. ഞാൻ പറഞ്ഞു ഇത് എന്തിന് ഇക്വലന്റ് ആണ്? വിച്ച് ഈസ് ഈക്വൽ ടു 20 ഗ്രാം. അടുത്ത അവർ നൽകിയിരിക്കുന്നത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ΔT എത്രയാണ്? ദാറ്റ് ഈസ് 45 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ നമുക്ക് നൽകിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ ആണ്. ക്യാപിറ്റൽ എം എത്രയാണ്? 28 ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്ത ആറിന്റെ വാല്യൂ നമുക്ക് നൽകിയിട്ടുണ്ട് 8.3 ജൂൾ പെർ മോൾ കെൽവിൻ. റൈറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഒരു തരി സംശയമില്ലല്ലോ. നമുക്കിവിടെ കണ്ടുപിടിക്കണം നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് അഥവാ ΔQ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോർമുലയാണ്, ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. ആ ഫോർമുല ഞാൻ ഈ സൈഡിൽ ഒന്ന് എഴുതി വെക്കാം. കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക. ഒന്ന് ശ്രദ്ധിക്കണം. CP = 1/n × ΔQ/ΔT. നമുക്ക് എല്ലാവർക്കും അറിയുന്ന മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ ഫോർമുലയാണ് CP = 1/n × ΔQ/ΔT. എല്ലാവർക്കും അറിയുന്നതല്ലടാ. അങ്ങനെയാണെങ്കിൽ ΔQ എങ്ങനെ എഴുതാം? ΔQ = NCP∆T എന്ന് എഴുതാം. ശരിയല്ലേ? ΔQ = NCP∆T. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. നമ്മുടെ കൈവശം ഇപ്പോൾ എന്തു മാത്രമേ ഉള്ളൂ? ΔT അഥവാ റൈസിംഗ് ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. N കണ്ടുപിടിക്കണം, CP കണ്ടുപിടിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. N കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എത്രയാണ്? 28 അല്ലേ? യെസ്, 28. 20 ഡിവൈഡ് ബൈ 28 എന്ന് വരും. സോ N = 0.714. ഇതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അടുത്ത നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആയതിനാൽ അല്ലെങ്കിൽ ഡയറ്റോമിക് ഗ്യാസ് ആയതിനാൽ തന്നെ നമുക്ക് എന്തെഴുതാം? നമ്മുടെ CPയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ 7/2 R ആണ്. നൈട്രജൻ ഒരു ഡയറ്റോമിക് ആയതിനാൽ തന്നെ CP കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു വെച്ചാൽ 7/2 R ആണ്. സോ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 7/2 × R വാല്യൂ എത്രയാണ്? 8.3 ആണ്. ക്ലിയർ അല്ല? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. ഇനി ഡയറക്റ്റ് ആയിട്ട് ΔQ കണ്ടുപിടിക്കാം. ΔQ = N ന് പകരം എന്ത് കൊടുക്കാം? 0.714 കൊടുക്കാം. CPക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 7/2 × 8.3 കൊടുക്കാം. ΔTക്ക് വരം 45 കൊടുക്കാം. സോ ΔQ = 933.4 ജൂൾ. സെറ്റായിട്ട് മനസ്സിലായില്ലേ? ഈസി ആയൊരു ചോദ്യമാണ്.
പക്ഷേ കൃത്യമായി തന്നെ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ടതാണ്. കൈനറ്റിക് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമുല വരുന്നത്. ഇത് നമ്മൾ അതിനകത്താണ് പഠിക്കുന്നത്. അഥവാ ഡയറ്റോമിക് ആയതിനാൽ തന്നെ അതിന്റെ CP-യുടെ വാല്യൂ 7/2 R ആണ് എന്ന കാര്യം നമ്മൾ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. കൃത്യമായി തന്നെ മനസ്സിലാക്കുക. സിമ്പിൾ ഫോർമുല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചോദ്യം കൂടി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിലോട്ടാണ് അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. Next question. A cylinder with a movable piston contains 3 moles of hydrogen. ഒരു സിലിണ്ടർ ഉണ്ട്, അതിനകത്ത് ഒരു മൂവബിൾ പിസ്റ്റൺ ഉണ്ട്, അതിനകത്ത് 3 moles of hydrogen ആണുള്ളത്. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനീഷ്യലി ഉള്ളത് എന്താണ് മക്കളെ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ പ്രഷറിലുമാണുള്ളത്. ഇനീഷ്യലി ഉള്ളത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണുള്ളത്. ദ വാൾസ് ഓഫ് ദ സിലിണ്ടർ ആർ മെയ്ഡ് ഓഫ് ഹീറ്റ് ഇൻസുലേറ്റർ. സോ അതിന്റെ വാളുകളെല്ലാം അഡയാബാറ്റിക് വാൾസ് ആണ്, ഹീറ്റ് ഇൻസുലേറ്റർ ആയ വാൾസ് ആണുള്ളത്. And the piston is insulated by having a pile of sand on it. So piston എന്താണ്? ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. By what factor does the pressure of the gas increases if the gas is compressed to half of its original value? വാല്യൂ അല്ല, വോള്യൂം. സോ എന്താണ് ചോദ്യം? ഈസി ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിനകത്ത് നമ്മൾ ഏത് ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്പർ ഓഫ് മോൾസ് നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. 3 മോൾസ് ആണ്. സോ ഇനീഷ്യലി ഉള്ള ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഫൈൻ. ആ സിലിണ്ടറിന്റെ വാൾസും പിസ്റ്റണും എല്ലാം കംപ്ലീറ്റ്ലി ഇൻസുലേറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സോ ആ പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള വോള്യം അഥവാ ഫൈനൽ വോള്യം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോള്യത്തിന്റെ പകുതിയാക്കി മാറ്റുകയാണ്. പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് ആ ഇനീഷ്യലി ഉള്ള വോള്യത്തിന്റെ പകുതി വോള്യത്തിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. സോ ഫൈനൽ വോള്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഇനീഷ്യൽ വോള്യത്തിന്റെ പകുതിയാണ്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പ്രഷർ. ഒരു തവണ കൂടി മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. കാരണം പെട്ടെന്ന് കത്തുന്നവരല്ല എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അങ്ങനെ മനസ്സിലായവരാണെങ്കിൽ മക്കളെ നിങ്ങൾ പൊളിയാണ്. മനസ്സിലാവാത്തവർ, പെട്ടെന്ന് കത്താത്തവർ, എന്നെ പോലുള്ള ആളുകൾ കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിനകത്ത് 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ നിറച്ചിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണുള്ളത്. ക്ലിയർ അല്ലേ? റൈറ്റ്. എന്നിട്ട് അതിന്റെ വാൾസും പിസ്റ്റണും എല്ലാം കംപ്ലീറ്റ്ലി ഹീറ്റ് ഇൻസുലേറ്റഡ് ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിസ്റ്റൺ നമ്മൾ താഴോട്ട് മൂവ് ചെയ്യാണ്. എത്രത്തോളം മൂവ് ചെയ്യുന്നു? അതിന്റെ വോള്യം പകുതിയാവുന്ന തരത്തിൽ ഞാൻ ആ പിസ്റ്റൺ മൂവ് ചെയ്യുകയാണ്. സോ ഫൈനൽ വോള്യം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോള്യത്തിന്റെ പകുതിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ പ്രഷർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ ഫൈനൽ പ്രഷർ. ഇപ്പൊ ഓക്കെ ആണോ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോ? വാടാ മക്കളെ നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. നമ്മുടെ ഫോർമുല വൈസ് നമുക്ക് നൽകിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനൽ വോള്യം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോള്യത്തിന്റെ പകുതിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനീഷ്യൽ പ്രഷർ സ്റ്റാൻഡേർഡ് പ്രഷർ അല്ലേ? ദാറ്റ് ഈസ് 1 atm, 1 atmosphere ആയിരിക്കും ഉണ്ടാവുക. സിമിലർ വേ ഗാമയുടെ വാല്യൂ എത്രയാണ്? ഇതൊരു ഡയറ്റോമിക് ആണ്. സോ ഗാമയുടെ വാല്യൂ എന്ന് വെച്ചാൽ 1.4 ആയിരിക്കും ഗാമയുടെ വാല്യൂ. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതൊരു അഡയാബാറ്റിക് കണ്ടീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കാരണം വാളും ഈ പറഞ്ഞ പിസ്റ്റണും എല്ലാം ഇൻസുലേറ്റഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. സോ ദ പ്രോസസ് ഈസ് അഡയാബാറ്റിക് പ്രോസസ്. അഡയാബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. PV പവർ ഓഫ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ നമുക്ക് ആ പറയുന്ന ഫോർമുല നമുക്ക് റിക്വയർഡ് സ്ട്രക്ചറിലോട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് P1 V1 പവർ ഓഫ് ഗാമ ഈക്വൽ ടു P2 V2 പവർ ഓഫ് ഗാമ. ഇന്നലത്തെ ഡെറിവേഷനിൽ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. റൈറ്റ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് മക്കളെ? P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore P2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? P1 into V1 പവർ ഓഫ് ഗാമ ഡിവൈഡഡ് ബൈ V2 പവർ ഓഫ് ഗാമ. ദാറ്റ് ഈസ് ഈക്വൽ ടു P1 into V1 by V2 ഹോൾ പവർ ഓഫ് ഗാമ എന്ന് എഴുതാം. Therefore P2 ഈക്വൽ ടു P1 into നമുക്കറിയാം V2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? V1 by 2 അല്ലേ? സോ V1 by 2 ഹോൾ പവർ ഓഫ് ഗാമ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ല? ഒരു തരി സംശയമില്ലാത്ത പോലെ മനസ്സിലായില്ലടാ. റൈറ്റ്. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ P1 into V1 into എന്ത് വരടാ? 2 by V1 ഹോൾ പവർ ഓഫ് ഗാമ എന്ന് റെസിപ്രോക്കൽ എടുത്തു. V1 by 2 മുകളിലോട്ട് എടുക്കുമ്പോൾ 2 by V1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? V1 ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള പാരാമീറ്റേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മക്കളെ ശ്രദ്ധിക്കടാ. അപ്പോൾ P2 ഈക്വൽ ടു P1 വാല്യൂ എത്രയാണ്? 1 അല്ലടാ. സോ 1 into 2 പവർ ഓഫ് 1.4. 1 into 2 പവർ ഓഫ് 1.4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.64 atm എന്ന് കിട്ടും. That's it.
ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. സിമ്പിൾ ആയ ചോദ്യമാണ്, ഈസി ആയി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കാൽക്കുലേഷൻസ് അടിപൊളിയായിട്ട് ചെയ്യുക. ഈ പറയുന്ന ഗാമയുടെ വാല്യൂ നമുക്ക് കിട്ടാനുള്ള കാരണം ഇതൊരു ഡയാറ്റോമിക് ആയതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ വരുന്നത്. അത് ഓൾറെഡി കൈനറ്റിക് തിയറിക്ക് നിങ്ങൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നു. സോ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. 2 ചോദ്യങ്ങളും അടിപൊളിയായി മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ ആരും തന്നെ മടി കാണിക്കരുത്. എല്ലാവരും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ക്രാക്ക് NCERTന്റെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ക്രാക്ക് NCERTക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു പ്ലേലിസ്റ്റ് കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സബ്ജക്റ്റ് വൈസ് നിങ്ങൾ കൃത്യമായി അതിനകത്ത് സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഗൈസ്, അടിപൊളിയായിട്ട് പഠിക്കാം. മോഡൽ എക്സാം നമ്മൾ എന്തായാലും മികച്ച മാർക്ക് നേടിയിരിക്കും. നോ വറീസ്, ഹാപ്പി.